അപ്പം നമുക്കിന്നൊരു വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. ഈ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് എടുത്ത വഴുതനങ്ങയും കാന്താരിമുളകും അമ്മയുടെ പച്ചക്കറിത്തോട്ടത്തിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേകം ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് പൊതുവേ വഴുതനങ്ങ വലിയ ഇഷ്ടമുള്ള കൂട്ടത്തില്ല, പക്ഷേ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പം നല്ല ടേസ്റ്റായിരുന്നു. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ തന്നെ വഴുതനങ്ങ കഴുകി വൃത്തിയായി നല്ല രീതിയിൽ കട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. ഒന്നെങ്കിൽ വട്ടത്തിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്യാം. അതിനുശേഷം ചട്ടി ചൂടാക്കി അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. കോക്കനട്ട് ഓയിൽ ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ വെട്ടി വെച്ച വഴുതനങ്ങ അതിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കാന്താരിമുളകും ആഡാക്കുക. ഈ കാന്താരിമുളകിന് പകരം പച്ചമുളകാണേലും ഇടാം. എന്നിട്ട് നല്ല പോലെ ഹൈ ഫ്ലെയിമിൽ വഴറ്റുക. അതിനുശേഷം ഞാനൊരു വലിയ സവാള എടുത്ത് സ്ലൈസ് ചെയ്തു. അതും ഇതിലേക്കിട്ട് നല്ല പോലെ ഇളക്കി നല്ല പോലെ ഒന്ന് വഴറ്റി. ഈ സമയത്ത് ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിക്കുക. അതിനുശേഷം അടപ്പ് തുറക്കുമ്പോൾ എല്ലാം ഒന്ന് യോജിച്ച് ഇങ്ങനെ ഇരിക്കും. ഈ സമയത്ത് ഇതിൻ്റെ പച്ച മണമോ പച്ച രുചിയോ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല മണവും വരും. അതിനുശേഷം കുറച്ച് കരിയാപ്പല ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ചോറിൻ്റെ കൂടെയും തൈരിൻ്റെ കൂടെയും കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാവുന്നതാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലെ കുട്ടികൾക്ക് ഇനി വഴുതനങ്ങ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാതിരിക്കേണ്ട. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അഭിപ്രായം പറയണം. അപ്പം നമ്മുടെ മെഴുക്ക് പുരട്ടി കഥ ഇവിടെ കഴിയാണ്. അടുത്ത ദിവസം വേറൊരു റെസിപ്പി ആയിട്ട് കാണുന്നതുവരെ ബൈ.